So today we are going to discuss about differential equations. അപ്പോൾ എന്താണ് differential equation എന്നും അതിന്റെ കുറച്ച് important definitions അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ differential equationന്റെ definition എന്താണെന്ന് നോക്കാം. A differential equation is an equation which involves differential coefficient or differentials. അതായത് dy dx d square y by dx square ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിഫറൻഷ്യൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് അഥവാ ഡിഫറൻഷ്യൽസ് ഉള്ള അത്തരത്തിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് ശരിക്കും എക്സാമ്പിളിന്റെ ആവശ്യമില്ല, നമ്മൾ ഈ ഒരു മൊഡ്യൂൾ മൊത്തം അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് കാണാൻ പോകുന്നത്. എനിവേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ e raised to x dx plus e raised to y dy dx ഉം dy ഉം ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവിടെ എല്ലാം dy dx ഉണ്ട്. അങ്ങനത്തെ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? An ordinary differential equation is that in which all the differential coefficients have reference to a single independent variable. Thus equation 1 to 5 are all ordinary differential equation. അതായത് നിങ്ങൾ ഈ ആറാമത്തെയും ഏഴാമത്തെയും ഇക്വേഷൻ നോക്കി, അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ആണ്. ഇവിടെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറും ആണ്. ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനില് യു എന്ന് പറയുന്നത് എക്സും വൈയും അടങ്ങുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ വൈ എന്ന് പറയുന്നത് എക്സും ടിയും അടങ്ങുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതെന്തൊക്കെ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ളത് കൊണ്ട് അതൊക്കെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാത്രം റെഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് നമ്മളിപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളും y ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ്. പക്ഷെ z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതിയാൽ അവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പൊ രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കും. അത് നമുക്ക് പഠിക്കാനില്ല. നമ്മൾക്ക് പറയാൻ പറ്റുന്ന എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കി, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഇൻ വിച്ച് there are two or more independent variables and two or more independent variables ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസും ആയിരിക്കും. സാധാരണ dy ബൈ ഡി എക്സ് ആയിരിക്കത്തില്ല, ഡോ വൈ ബൈ ഡോ എക്സ് ആയിരിക്കും. അത്തരത്തിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഓർഡറും ഡിഗ്രിയും എന്താണ്? 1 മാർക്കിന് കൂടുതലും ചോദിക്കുന്നത് ഓർഡറും ഡിഗ്രിയും ആണ്. ദ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദി ഓർഡർ ഓഫ് ദി ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് അപ്പിയറിംഗ് ഇൻ ഇറ്റ്. ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ equation is the degree of the highest derivative occurring in it after the equation has been expressed in a form free from radicals and fractions as far as the derivatives are concerned. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നോക്കി, ഈ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്തെങ്കിലും എഴുതിയിട്ട് ദ ഹോൾ റേസ് ടു സംതിങ് എന്ന് എഴുതിയാൽ ഈ നമ്പറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഡിയുടെ തൊട്ട് മണ്ടേ കിടക്കുന്ന സാധനമാണ് അതിന്റെ ഓർഡർ. അതിന്റെ പവർ നോക്കുക, ഡിഗ്രി ഓഫ് ദി ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് ഡെറിവേറ്റീവ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അത് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഒന്നാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dy by dx is equal to x d square y by dx square plus dy by dx. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യമേ നോക്കുക ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്. കാണുമ്പോൾ തന്നെ അറിയാം dy by dx dy by dx d square y by dx square. സോ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡിയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന നമ്പറാണ് ഓർഡർ. ദാറ്റ് ഈസ് ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സെക്കൻഡ് ഓർഡർ നമ്മൾ ഓർഡർ കണ്ടുപിടിച്ച ആ ഒരു ഡെറിവേറ്റീവിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ നോക്കാം. മൊത്തത്തിലുള്ള പവർ, മൊത്തത്തിൽ പ്രത്യേകിച്ച് പവർ ഒന്നും എഴുതിയിട്ടില്ല. പവർ ഒന്നും എഴുതാത്തതുകൊണ്ട് ആ പവർ എത്രയായിരിക്കും 1 ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഓർഡർ ആദ്യം എഴുതിയിട്ട് വേണം ഡിഗ്രിയെ പറ്റി ചിന്തിക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് നോക്കി, ഇത് dy ബൈ ഡി എക്സ് ആണ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. പിന്നെ മുകളിൽ കിടക്കുന്ന ആൾക്കാരൊന്നും നിങ്ങൾ നോക്കണ്ട. dy ബൈ ഡി എക്സ് ഉണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഡി സ്ക്വയർ വന്നുകൊണ്ട് ഓർഡർ എന്താണ് 2 ആണ്.
ഇപ്പൊ ഡിഗ്രി എന്ന് പറയുമ്പോൾ ചിലർക്ക് 3 ഒക്കെ എഴുതാൻ തോന്നും, അല്ലെങ്കിൽ 2 × 3 6 ഒക്കെ എഴുതാൻ തോന്നും. പക്ഷെ അതൊക്കെ തെറ്റാണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ എത്രയാണ്? ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ എത്രയാണ്? 2 തന്നെയാണ്. സോ ഓർഡറും ഡിഗ്രിയും 2 ആണ്. അപ്പൊ നെക്സ്റ്റ് കൃത്യമായിട്ട് ഈ സാധനം മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. d³ / d²y ഏതാണ് ഡിയുടെ മണ്ടയിൽ വലുത്? ഈ നമ്പർ ആണ് അല്ലെ. അപ്പൊ സോ ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവിടത്തെ പവർ നോക്കുക, അവിടത്തെ പവർ 2 ആണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡെഫിനിഷൻസും എക്സാമ്പിൾസും കൃത്യമായിട്ട് നോക്കി വെക്കാം. അപ്പൊ ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വീണ്ടും എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ദ ജനറൽ ഓർ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദാറ്റ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഈസ് ഈക്വൽ ടു ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദസ് ഇൻ എ ജനറൽ നമ്മൾക്ക് 1 ഈസ് ജനറൽ സൊല്യൂഷൻ, അത് നോക്കണ്ട, ആ ഒരു സാധനം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾ നോക്കുക, ഇത്രയും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഈസ് ഈക്വൽ ടു ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പൊ ഞാൻ പറയുന്നു y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ d²y/dx² പ്ലസ് 3y ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയാൽ അവിടുത്തെ സൊല്യൂഷൻ ആയിട്ട് y ഈക്വൽ ടു c1 എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ c1 f(x) പ്ലസ് c2 g(x) എന്നൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞാൽ അവിടെ രണ്ട് കോൺസ്റ്റന്റ്സ് ഉണ്ട് അല്ലെ. രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ഓർഡർ എത്രയാണോ അത്രയും ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു സൊല്യൂഷനെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, അത്തരത്തിലുള്ള സൊല്യൂഷനെ. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് ഇൻ വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ ജനറൽ സൊല്യൂഷൻ ബൈ ഗിവിംഗ് പർട്ടിക്കുലർ വാല്യൂസ് ടു ദി ആർബിട്രറി കോൺസ്റ്റന്റ്സ്. അതായത് c1 നും c2 പകരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ, ഇപ്പൊ ഞാൻ എഴുതി 2f(x) പ്ലസ് 3g(x), അങ്ങനെ പർട്ടിക്കുലർ വാല്യൂ എഴുതിയാൽ എന്തായി? പർട്ടിക്കുലർ സൊല്യൂഷൻ ആയി. ഇനി എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെഫിനിഷൻ ആണ്. രണ്ട് സൊല്യൂഷൻസ്, അപ്പൊ സൊല്യൂഷൻസിന്റെ പേരായിട്ട് y1(x) എന്നും y2(x) എന്നും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സൊല്യൂഷനും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? നോക്കി, അവിടെ ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. d²y/dx² പ്ലസ് a1(x) × dy/dx പ്ലസ് a2(x) × y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ രണ്ട് സൊല്യൂഷൻ y1(x) ഉം y2(x) ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുമെന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. c1y1 പ്ലസ് c2y2 ഈക്വൽ ടു 0 സച്ച് ദാറ്റ് c1 ഈക്വൽ ടു 0 ആൻഡ് c2 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലാത്തൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഞാനിപ്പോ പറയുന്നു x². ഓക്കെ, x² എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ്, x² എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊല്യൂഷൻ ആണ്, ഒരു ഫംഗ്ഷൻ ആണ് x² എന്ന് പറയുന്നത്. അതിന് ഞാൻ y1(x) ആയിട്ട് x² എടുത്തു, y2(x) ആയിട്ട് 3x² എടുത്തു. ഇനി ഞാനിപ്പോ ആലോചിക്കുന്ന ഏതെങ്കിലും രണ്ട് കോൺസ്റ്റന്റ്സ് കൊണ്ട് ചുമ്മാ മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഞാനിപ്പോ c1ന് ഞാൻ എന്ത് വിളിച്ചു? c1ന് -3 വിളിച്ചു, c2ന് 1 വിളിച്ചു. അപ്പൊ c1(x² പ്ലസ് c2 × 3x² എന്ത് കിട്ടും? c1 എന്ന് പറയുന്നത് -3 ആണ്. സോ -3x² പ്ലസ് 3x² എന്ന് വരും അല്ലെ. 1 × 3 3 തന്നെയാണ്. സോ ഇത് 0 കിട്ടി. അപ്പൊ c1 ഉം c2 ഉം 0 അല്ലാതെ തന്നെ c1 y1(x) പ്ലസ് c2 y2(x) 0 ആയി. അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനത്തെ ഒരു c1 ഉം c2 ഉം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഒരു ജനറൽ സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ജനറൽ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൂസ് സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഈസ് e⁻x ആൻഡ് x(e⁻x) എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ എഴുതുക y ഈസ് ഈക്വൽ ടു അവിടുത്തെ ഒന്നാമത്തെ ഫംഗ്ഷൻ, ഒന്നാമത്തെ കോൺസ്റ്റന്റ് കൊടുത്ത് എഴുതുക c1e⁻x പ്ലസ് c2x(e⁻x). അപ്പൊ ഇവിടെ എത്ര കോൺസ്റ്റന്റ്സ് ഉണ്ട്? രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര കോൺസ്റ്റന്റ്സ് ഉണ്ടോ അത്രയും ടൈംസ് ഡെറിവേറ്റീവ് എടുത്ത് നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോൺസ്റ്റന്റ്സ് ഒഴിവായി കിട്ടും. ഈ കോൺസ്റ്റന്റ്സ് ഒഴിവായി 2 തവണ ഡെറിവേറ്റീവ് എടുക്കുന്ന ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ ഞാൻ ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് എടുക്കുന്നു, y' വേണമെങ്കിൽ dy/dx എന്ന് എഴുതാം, c1e⁻x പ്ലസ് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പൊ c2 × ഇവിടെ e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. അപ്പൊ x(e⁻x) ആകുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് x × e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്.
പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും? C1 ഇ റൈസ് ടു എക്സ് പ്ലസ് C2 എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. അപ്പൊ എനിക്ക് വേണ്ടത് ഇവിടെ ഏതെങ്കിലും കോൺസ്റ്റൻസ് ഒക്കെ കളയുക എന്ന് പറയുന്ന പരിപാടിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ C2 ഇ റൈസ് ടു എക്സ് ആണ്. C2 എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് C2 ഇ റൈസ് ടു എക്സ്. സോ C2 ഇ റൈസ് ടു എക്സ് അല്ലെ. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് y ഡാഷിന് എനിക്ക് കിട്ടി. ഞാൻ ഇനിയിപ്പോ എന്തെങ്കിലും കാണിച്ചിട്ട് ഈ C1 C2 ഒക്കെ കളയണം. അപ്പൊ നോക്കിയപ്പോ ഇവിടത്തെ ഇക്വേഷനിലും ഒരേപോലത്തെ ആൾക്കാർ കിടക്കുന്നു അല്ലെ. ഞാൻ അപ്പൊ ഇക്വേഷനിൽ നമ്പർ കൊടുത്തിട്ട് അത് കുറയ്ക്കാൻ പോവുക. അപ്പൊ y ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ 0 ആയി പോയി, ഇതേ മൈനസ് ഇത് 0 ആയി പോയി. പിന്നെ ആകെ ബാക്കിയുള്ളത് ആരാണ്? C2 ഇ റൈസ് ടു എക്സ് മാത്രമാണ്. ഇനി നമുക്ക് ഒരു തവണയും കൂടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് C2 നെ കളയണം. ഞാൻ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ കേട്ടോ, നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതായിരുന്നു. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ടേക്കിംഗ് ഡെറിവേറ്റീവ്സ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതാണ് ഇവിടെ എഴുതിയേക്കണം കേട്ടോ, ഇവിടെയും കൂടെ അത് എഴുതിയേക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y ഡാഷിന്റെ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് y ഡാഷ് ഈസ് ഈക്വൽ ടു C2 ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ സാധനത്തിൽ നിന്ന് ഇതിന് ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുന്നു, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 4 മൈനസ് 3 ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇക്വേഷനിൽ കൊണ്ടുവരേണ്ട മാറ്റം, ഏത് ഇക്വേഷനാണ് കുറയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ആ ലോജിക് ഉപയോഗിച്ച് ആലോചിക്കുക. എനിക്കിപ്പോൾ C2 കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുന്നത്. സോ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ്. ഇനി ഇവിടെ കുറയ്ക്കുമ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് y ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ രണ്ടും ഒരേ സാധനമാണ്. അപ്പൊ കുറയ്ക്കുമ്പോൾ എന്തായി പോവും? 0 ആയി പോവും. സോ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് y ഈക്വൽ ടു 0. y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇനി നിങ്ങൾ dy ബൈ dx ആ ഒരു രീതിയിലാണ് നൊട്ടേഷൻ കൊടുക്കുന്നതെങ്കിൽ d സ്ക്വയർ y ബൈ dx സ്ക്വയർ മൈനസ് 2dy ബൈ dx പ്ലസ് y ഈക്വൽ ടു 0. ഈ രണ്ട് ഉത്തരവും ശരിയാണ്. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ആര്? ഇ റൈസ് ടു എക്സ്, എക്സ് ഇ റൈസ് ടു എക്സ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക. ഓക്കെ.